മലദ്വാര സംബന്ധിയായ രോഗങ്ങളിൽ ചികിത്സാ വൈഷമ്യം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ് ഫിസ്റ്റുല. മലദ്വാരത്തിന് സമീപമോ കുറച്ചു മാറിയോ രൂപപ്പെടുന്ന പരുക്കളാണ് ഫിസ്റ്റുലയുടെ മൂലകാരണം. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഇത്തരം പരുക്കൾ രൂപപ്പെടാം. പരുക്കൾ ക്രമേണ സ്വയം പൊട്ടിയോ കീറിയോ ഉള്ളിലുള്ള പഴുപ്പ് വെളിയിലേക്ക് പോയി തനിയെ ഉണങ്ങുന്നു. എന്നാൽ മലദ്വാരത്തിന് സമീപമുള്ള ശരീരഭാഗം കൂടുതൽ മാംസളമായതിനാൽ ഈ ഭാഗത്തുണ്ടാകുന്ന പരുക്കളെ വളരെയധികം ശ്രദ്ധിക്കണം. യഥാസമയം വിദഗ്ധ ചികിത്സ സ്വീകരിച്ചില്ലെങ്കിൽ അവ മലദ്വാരത്തിനുള്ളിലേക്കും മലദ്വാരത്തിന് വെളിയിൽ അടുത്തോ അകലെയോ പൊട്ടി പഴുപ്പ് വെളിയിലേക്ക് സ്രവിക്കുന്നു. പഴുപ്പ് പുറത്തുപോയി പിന്നീട് ഒരു നാളമായി മാറും. ഈ നാളത്തിൻ്റെ ഒരറ്റം മലദ്വാരത്തിനുള്ളിലും മറ്റേ അറ്റം മലദ്വാരത്തിന് വെളിയിലും തുറക്കും. രോഗാണു സംക്രമണം കാരണം നാളങ്ങൾ സ്വയമോ ഔഷധ സേവയാലോ പൂർണ്ണമായി ഭേദമാകാതെ പഴുപ്പും ചലവും സ്രവിച്ചുകൊണ്ടിരിക്കും. ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ചികിത്സ ഫിസ്റ്റുലയ്ക്ക് ഫലപ്രദമാണ്. സങ്കീർണമായ ഫിസ്റ്റുല പോലും സുരക്ഷിതമായും ആവർത്തന സാധ്യത ഇല്ലാതെയും ഭേദപ്പെടുത്താം എന്നതാണ് ക്ഷാരസൂത്ര ചികിത്സയുടെ പ്രത്യേകത. ഫിസ്റ്റുല നാളത്തിലെ കടുത്ത രോഗാണുബാധ ചെറുക്കാനും ശുദ്ധീകരിക്കാനും ഫിസ്റ്റുല നാളത്തെ നിയന്ത്രിതമായ രീതിയിൽ മുറിക്കാൻ ശേഷിയുമുള്ള ആയുർവേദ ദ്രവ്യങ്ങൾ പല ആവർത്തി പുരട്ടി സംസ്കരിച്ചെടുക്കുന്ന മരുന്നുകളാണ് ക്ഷാരസൂത്രം. അപാമാർഗക്ഷാരം, കള്ളിപ്പാൽ എന്നിവ ഇതിൽ പ്രധാനമാണ്. എന്നാൽ ചില രോഗികളിൽ ഇത്തരം മരുന്നുകൾ ചേർത്ത ക്ഷാരസൂത്രം അധിക വേദനയ്ക്കോ അലർജിക്കോ കാരണമാകുന്നതിനാൽ ഗുഗ്ഗുലു, കന്മദം തുടങ്ങിയ കൂടുതൽ മികച്ച നാരുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മരുന്ന് നാരുകൾ കൊണ്ടുള്ള HCT ചികിത്സയാണ് ഈ മേഖലയിലെ വിദഗ്ധർ ഉപയോഗിക്കുന്നത്. സാധാരണ ഫിസ്റ്റുലക്ടമി ചികിത്സയിലുള്ള മലനിയന്ത്രണ ശേഷിക്ക് തകരാറുണ്ടാകൽ, അമിത രക്തസ്രാവം, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തീവ്രമായ വേദന, ഗുദഭാഗത്തുള്ള ആകൃതി വ്യതിയാനം, നീണ്ട ആശുപത്രിവാസം, തുടർച്ചയായ ആൻറ്റിബയോട്ടിക്കുകളുടെയും വേദന സംഹാരികളുടെയും ഉപയോഗം എന്നിവ HCT ചികിത്സയിലില്ല. ചികിത്സാ ചിലവും താരതമ്യേന കുറവാണ്. സാധാരണ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കാത്ത രോഗികളിൽ പോലും ഏറ്റവും സുരക്ഷിതമായി HCT ചെയ്യാം എന്നതാണ് ഈ ചികിത്സാ രീതിയുടെ സവിശേഷത.